നമസ്കാരം, എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിലെ വൈക്കത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ചെറുപ്പം തൊട്ട് ഒരു രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയം തൊട്ട് ആസ്മയായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. സഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നതിന് അപ്പുറമാണ്. കാരണം ഒരു പല രാത്രികളിലും രാത്രി ഉറങ്ങാതെ നേരം വിളിപ്പിച്ച രാത്രികളുണ്ട്. രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഹോസ്പിറ്റലിൽ ഓടിക്കൊണ്ടിരുന്ന സമയമുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്നോടൊപ്പം അച്ഛനും അമ്മയും ഒരുപാട് സഫർ ചെയ്ത സമയങ്ങളാണ് അതൊക്കെ. ഞാൻ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എബ്രഹാം ഡോക്ടറെ കുറിച്ചും സംഗമത്തെ കുറിച്ചും ഒരു റിലേറ്റീവ് വഴി അറിഞ്ഞ് ഇവിടെ വരാനിടയായിരുന്നു. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമായിരുന്നു. ഇവിടെ വന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള ആഹാരക്രമങ്ങളും പഥ്യങ്ങളൊക്കെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും എൻ്റെ ബുദ്ധിമുട്ട് അത്രയേറെ ആയിരുന്നുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. അധികം മരുന്നും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല, ഭക്ഷണശൈലി മാത്രമായിരുന്നു ഡോക്ടറിൻ്റെ ഒരു ഫോക്കസ്. കൃത്യമായിട്ട് ഭക്ഷണം നിയന്ത്രിച്ച് ഭക്ഷണം തന്നെയായിരുന്നു മരുന്ന്. ഭക്ഷണത്തിലൂടെ മാത്രം മരുന്ന് കഴിച്ചൊരു 3 വർഷത്തോളം ഞാൻ കൃത്യമായിട്ട് മരുന്ന് കഴിച്ചു. 3 വർഷം ഞാൻ ഒരു ദിവസം പോലും രാത്രി ചോറും കിട്ടില്ല. ഒരു 7 മണിക്ക് മുമ്പ് എൻ്റെ ഡിന്നർ കഴിഞ്ഞാണ് ഞാൻ എല്ലാ ദിവസവും പോയിരുന്നത്. എന്തെങ്കിലും ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഗോതമ്പിന്റെ ഭക്ഷണം മാത്രമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. 4 വർഷത്തോളം ഞാൻ രാത്രി ചോറും കിട്ടില്ല. ഇപ്പോൾ ഞാൻ MSW കഴിഞ്ഞു. ഞാനൊരു ബാംഗ്ലൂർ NGOയിൽ വർക്ക് ചെയ്യാണ്. ഞാൻ കംപ്ലീറ്റ്ലി ക്യൂറാണ്. എനിക്ക് ശ്വാസം മുട്ടൽ ഞാൻ മരുന്ന് നിർത്തിയതിനു ശേഷം ഒരു തവണ പോലും എനിക്ക് ശ്വാസം മുട്ടൽ വന്നിട്ടില്ല. ഒരു തവണ പോലും എൻ്റെ രാത്രി ഉറക്കം കളഞ്ഞ് ഇരിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പം ഞാൻ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. എന്ത് ഭക്ഷണം കഴിച്ചാലും ശ്വാസം മുട്ടൽ ഒരു തവണ പോലും വന്നിട്ടില്ല. ഇനി വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ സംഗമത്തിൽ വരാൻ സാധിച്ചാൽ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യയോടെ വരുന്നത്. ഡോക്ടർ തന്നൊരു പുനർജന്മമാണ് എനിക്കിപ്പോൾ ഇങ്ങനെ പറയാനും ഇപ്പോൾ എല്ലാം കഴിക്കാനും എൻജോയ് ചെയ്ത് മുമ്പോട്ട് പോകാനും സാധിച്ചത്. അപ്പം പഴയ ഒരു ഡിപ്രഷനും അങ്ങനെയുള്ള ഇതില്ല, മെന്റലി പ്രോഗ്രസ് ആവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു അവസരത്തിൽ സംഗമത്തിനോടും എബ്രഹാം ഡോക്ടറിനോടും നന്ദി ഞാൻ അറിയിച്ചു.